എൻ്റെ ഈ കൊച്ചു ഗ്രാമത്തിന് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നാട്ടിൽ നിന്ന് പോരുന്ന വരെ അവിടെ പെൺപിള്ളേർക്ക് തുള്ളാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്നെയും തുള്ളാൻ വിടാറില്ല. പക്ഷേ ഇപ്പൊ ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവരാണ് മെയിൻ. ഈ അടിച്ചുപൊളിയെല്ലാം നടക്കുന്നത് എൻ്റെ നാട്ടിൽ പൂരത്തിനാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആനപ്പൂരം ഒന്നല്ല, എൻ്റെ നാട്ടിൽ കുതിരപ്പൂരാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കണ്ടതും കുതിരപ്പൂരാണ്. ഒരു തൃശ്ശൂർക്കാരിയായിട്ട് ഞാൻ ഇതുവരെ ഒരു പ്രോപ്പർ ആനപ്പൂരം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ജനിച്ചു വളർന്നത് മുതൽ ഞാൻ കാണുന്നത് ഈ കുതിരപ്പൂര. ഈ പൂരത്തിന് കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ദേശത്തു നിന്നാണ് ഓരോ കുതിരകൾ വരിക. കാളയുണ്ട്, കുട്ടിക്കുതിരയുണ്ട്, അങ്ങനെ പല കളറുള്ള കുതിരകളുണ്ട്. അങ്ങനെ കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ബേസ്ഡ് ആയിട്ടുള്ള കുറേ രൂപങ്ങളും കുറേ തറയും ഭൂതൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇതെല്ലാം കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഇള്ളത്താളമൊക്കെ കേട്ടിരിക്കുക എത്ര രസമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഈ പ്രാവശ്യത്തെ പൂരത്തിനാണ്. കാരണം പണ്ടൊന്നും എന്നെ ഈ തിരക്കുള്ള ഭാഗത്തേക്കൊന്നും വിടില്ലായിരുന്നു. കാരണം ആരെങ്കിലും പിടിക്കും, തോണ്ടും, പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ പ്രാവശ്യം എന്നെ ഒരു ശക്തിക്കും പിടിച്ചു നിർത്താൻ പറ്റിയില്ല. കാരണം ഈ പൂരം എൻജോയ് ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ വന്നത്.